എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജ്വല്ലറിയിലേക്ക് പോവാനായിട്ട് ദേവയുടെ കാലി വീണ അനുഗ്രഹം മേടിക്കുവാണ് നയന. ആ സമയത്താണ് ദേവേനി പറയണേ, അതെ കമ്പനിയിലേക്ക് പോകുന്നോക്കൊള്ളാം, പക്ഷേങ്കില് നീ അവിടുത്തെ വെറൊരു സ്റ്റാഫ് മാത്രമാണെന്നുള്ള ചിന്ത നിനക്കുണ്ടായിരിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അതൊക്കെ ഉണ്ടമ്മേ, എന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഞാനൊരു ദുസാന്തരം എടുക്കില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നീ എന്താ ദേവേനെ ഇങ്ങനെയൊക്കെ പറയണേ? അവളെ നീ തന്നെയല്ലേ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നേ, പിന്നെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അവളെ കമ്പനിയുടെ മെയിൻ ഡിസൈനറാൻ പോവാ, പിന്നെ അവൾക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലെന്ന് പറയണം. അതൊക്കെ എനിക്ക് അറിയാച്ചാ. അവളെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്ന പോലെ എന്തുകൊണ്ടാണെന്നറിയാവോ? ഞാൻ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന സമയത്ത് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്ന് പറഞ്ഞായിരുന്നു, അവള് നല്ല കഴിവുള്ള കുട്ടിയല്ലേന്ന്. അവളിങ്ങനെ അടുക്കളയുടെ അകത്തളത്തിൽ തളച്ചിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലാതെ എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ലെന്ന് പറയാം. പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു, ദേവേനി നീ എടുത്തൊരു നല്ല തീരുമാനമാണ്. ഒരുപക്ഷെ നാളെ നീ അറിയപ്പെടാൻ പോകുന്നേ നയനയുടെ അമ്മായിമ്മ എന്ന പേരിലായിരിക്കും. ഇവൾ അറിയപ്പെട്ട് കഴിയുമ്പോൾ അധികം വൈകാതെ സംഭവിക്കും. അതുകൊണ്ട് ഈ കുടുംബത്തിന് നേട്ടം തന്നെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, എനിക്ക് അങ്ങനെ അറിയപ്പെടാൻ യാതൊരു ആഗ്രഹമില്ലെന്ന് പറയണം. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോ താമസിക്കണ്ട, രണ്ടുപേരും കൂടെ ഇറങ്ങിക്കോളാൻ പറയണം. അങ്ങനെ യാത്ര പറഞ്ഞ് അവരിങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേനും ദേവേനി മനസ്സിൽ പറഞ്ഞു, എന്റെ ഭഗവാനെ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കണേ, അവളുടെ പേര് താൻ അറിയപ്പെട്ടാ മതി, നല്ലത് മാത്രം അവൾക്ക് വരുത്തണേ എന്നൊക്കെ പറഞ്ഞ് ദേവേനി പ്രാർത്ഥിക്കണം. അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ആദർശ് പറഞ്ഞു, അതെ നിനക്ക് വിഷമമായ അമ്മ എങ്ങനെ പറഞ്ഞോണ്ട് എന്തിന്? അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാ. അമ്മയുടെ സ്വഭാവം എനിക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കുക. ഇതും പറഞ്ഞോണ്ട് നയന് ചിരിക്കുവാണ്. ആദർശ് പറഞ്ഞു, ചിരിക്കുവൊന്നും വേണ്ട, ഈ ചിരിയും കണ്ടോണ്ട് അമ്മ വന്ന ചിലപ്പോ അമ്മ പറയും, വേണ്ട നീ പോവണ്ട, നീ ഇവിടെ ഇരുന്നാ മതി എന്ന് പറയും. അമ്മയുടെ സ്വഭാവ ഓന്തിന്റെ സ്വഭാവം മാറുന്നല്ലോ, എപ്പോഴെപ്പോഴാ മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാ. നയന പറഞ്ഞു, ഇനി അങ്ങനെ മാറുന്നൊന്നും തോന്നില്ലെന്ന് പറയാ. വേണ്ട, ഇവിടെ അധിക സമയം നിൽക്കണ്ട, പോലെയെന്നും പറഞ്ഞോണ്ട് നയനയും കൂട്ടിക്കൊണ്ട് ആദർശം അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് പോകുന്ന വഴിക്ക് നയനയോട് പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്ന് അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ലെന്ന് പറയണം. നയന പറഞ്ഞു, ഞാനും ഒരു പക്ഷേങ്കില് അമ്മയുടെ മനസ്സിൽ നീ നല്ല ഡിസൈനറാന്നുള്ള ബോധമുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞു വിട്ടെ. അതിനേക്കാൾ ഉപരി നിന്നെ ഇവിടെ കാണുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നല്ലേ പറയണേ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല, അമ്മയുടെ ഇപ്പോഴത്തെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട്. അത് ശരിയാ, അങ്ങനെയാന്ന് എനിക്കും തോന്നില്ല ആദർശേട്ടാ. എന്നാൽ അമ്മയ്ക്ക് മാറ്റം ഉണ്ടായല്ലോ, അത് തന്നെ നല്ലൊരു കാര്യം. മുത്തശ്ശനും മുത്തശ്ശിക്കാണ് എപ്പോഴും പറയായിരുന്നു, അമ്മ കുറച്ചു കാലം കഴിയുമ്പത്തിന് മാറുന്നു. പതുക്കെ പതുക്കെ അമ്മയുടെ ആ മാറ്റങ്ങളൊക്കെ പ്രകടമായി തുടങ്ങിയെന്ന് പറയാ. നയന പറഞ്ഞു, അത് ശരിയാ, ഇത്രയും നാളെ ഞാൻ കാത്തിരുന്നല്ലേ. അപ്പൊ ദൈവമായിട്ട് ചിലപ്പം അമ്മയിൽ ഒരു മാറ്റം കൊണ്ടുവന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പം എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുള്ളത് മനസ്സിലായി. ആദർശനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും അമ്മ എന്നെ ഒന്ന് ഉൾക്കൊള്ളാൻ തയ്യാറായല്ലോ. എന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങിയല്ലോ. നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറയാം. അത് ശരിയാ, എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അമ്മ അങ്ങനെ ഒരു ത്യാഗമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതെനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടു. എന്നെ അത്രയ്ക്ക് ഇഷ്ടം അമ്മയ്ക്ക്. ഒറ്റ മോനായതുകൊണ്ട് ആ ഒരു രീതിയിൽ എന്നെ വളർത്തിക്കൊണ്ട് വന്നേ, അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പം ഞാൻ കൈവിട്ടു പോകുമോ എന്നൊരു ഭയം ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് പറയാം. അതൊക്കെ ശരി തന്നെയാ. ഇനിയിപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കാര്യം കൂടെ കൊണ്ടുവരണം. നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അനിയുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാലോ, ഇനി എനിക്ക് സന്തോഷമാവുള്ളൂ പറയണം. ഇത് കേട്ടതും നയൻ പറഞ്ഞു, അത് ശരിയാ, അത് പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയാം. ആദർശ് പറഞ്ഞു, അത് ശരി, അനി ഇപ്പോഴാണെങ്കിലും 2-3 ജ്വല്ലറിയുടെ മേൽനോട്ടം ഉണ്ടെങ്കിൽ പോലും അവൻ ആ കുട്ടിക്കളിയൊന്നും മാറിയിട്ടില്ല. അവൻ ഇപ്പോഴും ആ പഴയതുപോലെ തന്നെയാ. അവൻ ആ കമ്പനി കാര്യങ്ങളൊന്നും അവന് വലിയ ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാം. പിന്നെ അനാമികയുടെ സ്വഭാവം, രണ്ടുപേരും കൂടെ ഒരിക്കലും ചേർന്ന് പോകുന്നൊരു സ്വഭാവമല്ല. രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു ടാസ്ക് ഒന്നും അല്ല, അത്ര എളുപ്പമായിട്ട് നടക്കുന്ന കാര്യമല്ലെന്ന് പറയാം. നയന പറഞ്ഞു, അതൊക്കെ ശരിയാവും ആദർശേട്ടാ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചു നോക്കാം. ഒരു പക്ഷേങ്കില് എന്തെങ്കിലും ഒരു മനമാറ്റമൊക്കെ ഇനിയിപ്പം അവനിലുണ്ടായാലോ എന്ന് പറയുകയാണ്. ഈ സമയം ജാനകിയും ജലജ അഭിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ജലജ പറഞ്ഞു, എന്നാലും എന്ത് മാറ്റം ഏടത്തേക്ക് ഉണ്ടായെന്ന് അറിയത്തില്ല. അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കുന്നു, അവളെ അടുക്കളയിലേക്ക് കയറ്റുന്ന പോലും ഇല്ല, ഇപ്പോഴാണ്ട് ജ്വല്ലറിയിലേക്കും കൂടെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അഭി പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വെല്ലുമ്മയ്ക്ക് മാറ്റം ഉണ്ടാകുന്ന ചോദിക്കുക. ജാനകി പറഞ്ഞു, അത് ശരിയാ, നേരത്തെ അടുക്കളയിലേക്ക് പോലും കയറത്തില്ലായിരുന്നു കുറെ കാലമായിട്ട്.
പക്ഷെ ഇപ്പൊ ആ ഏട്ടത്തി അടുക്കള കയറി നമുക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നും അല്ലോന്ന് പറയണം. അത് ശരിയാ. പക്ഷെ എങ്കില് എന്താ ഇങ്ങനെ മാറ്റം ഉണ്ടാകാൻ കാരണം ഒന്നും അറിയത്തില്ലാത്തേന്ന് പറയാം. ഉം, ഒരു പക്ഷെ എങ്കില് ഇനിയിപ്പം മരണക്കിടക്കിൽ നിന്ന് എഴുന്നേറ്റ് വന്നാലേ അപ്പൊ വല്ല ബോധോദയം ഉണ്ടായതാണോ? ഏയ്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നില്ല. ജാനകി പറയാം. അങ്ങനെയാണെങ്കിൽ നയനയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയത്തല്ലോ, കാരണം അവളുടെ മുഖം കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതെന്ന്. ഒരു പക്ഷെ എന്റെ മനസ്സിലെ ബലമായ സംശയം എന്താണെന്നറിയാവോ? നയനയെ വളർത്തി കൊല്ലാനായിരിക്കും മിക്കവാറും അവളോട് സ്നേഹം അഭിനയിച്ച് കൂടെ നിന്നിട്ട് അവസാനം അവളെ കൊല്ലാനുള്ള പുറപ്പെടാൻ തോന്നേ. അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് പറയാണ്. ജലജ പറഞ്ഞു അതും തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ മരുമോളുടെ കാര്യമൊന്നും ഓർത്തി, പാവ അനാമിക മോള്, അവളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സങ്കടം എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ജലജ പറഞ്ഞു പിന്നെ അവളുടെ ഒരു മരുമോള് പുണ്യവതി വന്നിരിക്കുന്നു, അവളെക്കുറിച്ച് എനിക്കറിയാവുന്ന പോലെ ആർക്കും അറിയത്തില്ലോ എന്നൊക്കെ ജാനകി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറയാണ്. അഭി പറഞ്ഞു എല്ലാത്തിനും ഓടിക്കണമേ, 3 മരുമക്കളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ച് ഇവിടെ ചാണകവെള്ളം തളിച്ചാൽ മാത്രമേ ശുദ്ധി ഉണ്ടാകത്തുള്ളൂ. എടാ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവൾ ഇന്നലെ വന്ന് കയറിയവള് കമ്പനിയിലെ മെയിൻ ഡിസൈനർ ആകാൻ പോയേക്കുന്നു. നീ ഇവരെ ഇങ്ങനെ മരക്കുറ്റി പോലെ നിന്നോളാൻ പറയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? നിന്റെ ഭാര്യനെ ആദ്യം നീ അടിച്ചോടിക്കാൻ നോക്കാൻ പറയണം. എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യണമെന്നോ? നീ എല്ലാത്തിനും ഉത്തരവാദി. അവള് ഗർഭിണിയല്ലായിരുന്നെങ്കിൽ അവളെ പണ്ട് ഇവിടുന്ന് അടിച്ചോടിക്കായിരുന്നു. മറ്റേ 2 പേരും ഗർഭിണികളൊന്നുമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, അവൾമാരെ അടിച്ചോടിക്കാൻ എളുപ്പാ. പക്ഷെ നിന്റെ ഭാര്യനെ അങ്ങനെ പെട്ടെന്ന് ഓടിക്കാൻ പറ്റില്ല. അവളുടെ വയറ്റൊരു കുഞ്ഞുണ്ട്. ഇന്നോ നാളെ അവൾ പ്രസവിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന നിപ്പാണ്. ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇവിടെ പിടിച്ചു നിപ്പേറും. പിന്നെ അവളെ അത്ര പെട്ടെന്നൊന്നും അടിച്ചോടിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. എല്ലാം നിന്റെ ഒറ്റൊരുത്തിന്റെ കയ്യിലിരിപ്പുണ്ടാന്ന് പറയാം. അമ്മ ഇങ്ങനൊന്നും പറയല്ലെന്ന് പറയണം. പിന്നെ എങ്ങനെ പറയണോടാ? നീ നല്ലവനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ? ഒരിക്കലും ഇല്ല. നിന്റെ കയ്യിലിരിപ്പ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അഭിനെ കുറ്റപ്പെടുത്തിയിട്ട് ജലജി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. പിന്നീട് ആദർശ നയനയും കൂടെ കമ്പനിയിലേക്ക് എത്തുക. കമ്പനിയിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ ഏറെ പൂച്ചണ്ടൊക്കെ കൊടുത്ത് നയനെ സ്വീകരിക്കുക. കമ്പനിയുടെ മെയിൻ ഡിസൈനർ ആണല്ലോ വേണ്ടേ. പിന്നീട് ആദർശം പെട്ടെന്നെടുത്ത തീരുമാനമാണ് എന്ന് പറയാണ് എല്ലാവരോടും. ആ സമയം പവിത്ര അവിടെ നിൽപ്പുണ്ടായിരുന്നു. പവിത്രയെ കണ്ടതും നയന പറഞ്ഞു പവിത്ര പേടിക്കൊന്നും വേണ്ട കേട്ടോ, പവിത്രയുടെ സ്ഥാനം പോകുമൊന്നും ഇല്ലെന്ന് പറയാണ്. അങ്ങനെ എനിക്കൊരു പേടിയില്ല മേഡം. മേഡം വന്നുകൊണ്ട് എനിക്ക് നല്ല കാര്യമെന്ന് പറയാണ്. ഇനിയിപ്പം കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമല്ലോ എന്ന് പറയാം. ആദർശ് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നീ നിന്റെ ജോലിയിൽ ഉഴപ്പ് കാണിച്ചേക്കല്ലെന്ന് പറയാണ് പവിത്രയോട്. ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞത് കൂടുതൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവിടുന്ന് ഇറങ്ങിയാൽ പോലും എനിക്ക് ഇനിയിപ്പം എവിടെയെങ്കിലും ഒരു ജ്വല്ലറി കയറണമെങ്കിലോ എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കണമല്ലോ മാഡത്തിന്റെ സജഷൻസും കാര്യങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ പറ്റുമെന്ന് എനിക്കറിയാം. അത് നല്ല കാര്യമാണെന്ന് പറയാണ്. പിന്നീട് നയനയും കൊണ്ട് ക്യാബിനിലേക്ക് വരണം. അപ്പൊ ചീഫ് ഡിസൈനർ എന്നൊക്കെ വിളിച്ച് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ക്യാബിൻ നയനയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നയന പറഞ്ഞു ഇവിടെയോ? അതെ, എന്താ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കും. ഞാനോർത്തു ആദർശന്റെ അരികില് അവിടെ എവിടെയില്ലായിരിക്കും എന്നെ ഇരുത്തുന്നത്, ക്യാബിന്റെ അവിടെ. എന്നാ നല്ല കഥയായി. 2 പേരും കണ്ണ് നോക്കിയിരിക്കത്തുള്ളൂ, ജോലിയും കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയാം. പിന്നീട് നയനെ പിടിച്ചോണ്ട് പോയി ആ ചെയറിലേക്ക് അങ്ങോട്ട് ഇരുത്തുവാണ്, ഇവിടെ ഇരിക്കാൻ പറഞ്ഞോണ്ട്. ആദർശായിട്ട് ഇത് അതെ ചീഫ് ഡിസൈനറൊക്കെ ആയിട്ടുള്ള ക്യാബിനത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നിന്നെ വന്ന് കാണാം, നിനക്ക് അങ്ങോട്ടേക്കും വരാന്ന് പറയാം. ആ സമയം നയന പറഞ്ഞു അതെ ഇവിടെ പിടിപ്പത് ജോലി ഉണ്ടായിരിക്കുമല്ലേ? അത് ശരിയാ, ജോലിയൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഐഡിയാസ് ഒക്കെ പറഞ്ഞുതരാം. അത് വെച്ച് നീ അങ്ങ് ഡിസൈൻ ചെയ്താൽ മാത്രം മതി. പിന്നെ അറിയാലോ ഒരു കുഴപ്പമില്ലെന്ന് പറയണ. നീ ക്യാബിൽ ഇവിടെ ഇരുന്നല്ലേ ചെയർ ഇരുന്ന്, നമുക്ക് രണ്ടോർക്ക് ഒരു സെൽഫി എടുക്കാന്ന് പറയണ. അങ്ങനെ അവർ 2 പേരും കൂടി ഒരു സെൽഫി എടുത്തു. ആദർശൻ നയനയ്ക്ക് നല്ല സന്തോഷം. പിന്നീട് ആദർശം പറഞ്ഞു ഞാൻ അപ്പുറത്തെ ക്യാബിലുണ്ടായിരിക്കും, എന്തേലും ഉണ്ട് പറഞ്ഞാൽ മതി എന്ന് പറയണ. അങ്ങനെ പിന്നീട് അവിടെ ഇരുന്ന് നയനെ ഡിസൈനൊക്കെ ചെയ്യണം. അങ്ങനെ ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് കഴിക്കാനായിട്ട് നയനെ ആദർശം കൂടെ ഒരുമിച്ചിരിക്കുക. അങ്ങനെ പാത്രമൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ അത് ദേവേനയുടെ പ്രിപ്പറേഷൻ ആണല്ലോ. നല്ല സ്മെല്ലൊക്കെ ഒന്നും നല്ല കറികളുടെയൊക്കെ. നയന പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നു പറയണം. ആദർശം പറഞ്ഞു ആണോ? പക്ഷെ ഇത് പറയൊന്നും വേണ്ട, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നാളെ അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട കറികളാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഉണ്ടാക്കത്തില്ലെന്ന് പറയാം. ഇത് കേട്ടോ നയനയുടെ മുഖം അങ്ങോട്ട് മാറി. സാരമില്ല, എല്ലാം ശരിയാകൂന്നേ, നിന്നെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ദിവസം വരുമെന്ന് പറയാം. നയന പറഞ്ഞു ഒരു ചിലപ്പോൾ ഇത്രയും നല്ല രുചിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആദർശന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയാം. അത് ശരിയാ, അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്, അമ്മേനേക്കാൾ നല്ലതായിട്ട് ആരും വരില്ല, അമ്മയ്ക്ക് എല്ലാവരെക്കാളും നല്ല രീതിയിൽ ഉയർന്നു നിൽക്കണമെന്നുള്ളേ. ഇവിടെ മുത്തശ്ശിയുടെ ചേച്ചി ഒരാളുണ്ടായിരുന്നു, അടുക്കളയിൽ ആരും കേട്ടത്തില്ല, സ്വന്തമായിട്ടായിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, നല്ല രുചിയായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ.
പക്ഷെ അബദ്ധവശം ആരെങ്കിലും അടുക്കള കയറി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാൽ ഒന്നെങ്കിൽ അതിന് ഉപ്പ് കൂടും അല്ലെ മുളക് കൂടും, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു പറയാം. അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞേ? അതെന്താ വേറുള്ളവരുണ്ടാക്കിയ കുഴപ്പം? അതെ, മുത്തശ്ശി അതിനകത്ത് എന്തെങ്കിലും വാരിയിടുന്നതായിരിക്കും വലിയ മുത്തശ്ശി. കാരണം മറ്റൊന്നുമല്ല, തന്നെക്കാളും കൂടുതലായിട്ട് നന്നായിട്ട് ഇവിടെ ആരും ഫുഡ് ഉണ്ടാക്കുന്ന മുത്തശ്ശി ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു. ആ ഒരു സ്വഭാവമൊക്കെ ഏകദേശം അമ്മയ്ക്കും കിട്ടിയിരിക്കുന്നത്. ഇത്രയും കാലം നീയല്ലേ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ, ഇപ്പൊ അമ്മയല്ലേ അടുക്കള കയറുന്നേ. അപ്പൊ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് താൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല രുചിയുള്ളതായിരിക്കണം, നല്ല ടേസ്റ്റോട് കൂടി ആയിരിക്കണം എന്നൊക്കെ. അതെന്താണ് നല്ല കാര്യം ആദർശേട്ടാ. നമ്മൾ ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അത് എത്രമാത്രം രുചിയോടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ല രുചിയോടെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയാണ്. പിന്നീട് കറിയൊക്കെ രുചിച്ച് കഴിക്കുകയാണ്. ആ സമയം ആദർശം ഒരു ചോറെടുത്ത് നയനയുടെ വായിലേക്ക് വാരി വെച്ച് കൊടുക്കുകയാണ്. നയനയ്ക്ക് സന്തോഷമായി. അതുപോലെ തന്നെ നയനെ തിരികെയും കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയും വലിയ സന്തോഷമൊന്നും ഇവർക്കിടയിൽ ഉണ്ടാവുന്ന അവര് പോലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരുന്നില്ല. അതെ, ഈ കറികളൊക്കെ നല്ലതെന്ന് ഞാൻ അമ്മേനെ ഒന്ന് വിളിച്ച് പറയട്ടേന്ന് ചോദിക്കും. എന്റെ പൊന്നോ വേണ്ട, ഇനി അത് മതി അമ്മ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. നാളെ കറിയും കൂടെ ചിലപ്പോൾ തന്നു വിട്ടെന്ന് വരത്തില്ല എന്ന് പറയാം. എന്തോ എനിക്കിത് കണ്ട് നല്ല കറി കഴിച്ചു കഴിയുമ്പോൾ നമുക്കത് ഒന്നും പ്രശംസിച്ചില്ലെങ്കിലേ അത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് എത്രയാ നമ്മൾ അറിയണം. ഒരു നല്ല വാക്ക് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമാവെന്ന് അറിയാവോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നീ തൽക്കാലത്തേക്ക് പറയാനൊന്നും പോകണ്ടെന്ന് പറയാണ്. പിന്നീട് നയനയുടെ ക്യാബിനിലേക്ക് പോകണം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം. ഈ സമയം ദേവേനെ അനന്തപുരിയില് മുറിയിലായിരുന്നു. ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ഒന്ന് വിളിച്ചാലോ? നയനയുടെ ഫോണിലേക്ക് വിളിക്കണോ? അവൾ എന്ത് വിചാരിക്കും? എന്നാലും കുഴപ്പമില്ല, എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഒന്ന് വിളിച്ചു നോക്കാം. എന്താ എങ്ങനെയെന്ന് അറിയത്തില്ല. പോയിട്ട് ഇതിലായിട്ട് ഒരു വിവരം ഇല്ലാത്തതുകൊണ്ട് ദേവേനിക്ക് ആ പഴയ ടെൻഷനാ. ആ സമയം നയനെ ആലോചിച്ചായിരുന്നു അമ്മേനെ ഒന്ന് വിളിച്ചാലോ എന്ന്. ഇനിയിപ്പോ താൻ വിളിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നയനെ വിളിക്കായിരുന്നു. അപ്പോഴാണ് നയനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. നയനെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ദേവേനി വിളിച്ചോണ്ടിരിക്കുക. അയ്യോ അമ്മയുള്ളോന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ കോൾ എടുക്കുക. എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുക. കഴിച്ചു. നീ കഴിച്ച കാര്യമല്ല ചോദിച്ചേ, ആദർശമോൻ കഴിച്ചോന്ന് ചോദിച്ചേ. കഴിച്ചമ്മേ. കറികളൊക്കെ നല്ലതായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു പറയാം. അത് ഞാൻ നിന്നോട് ചോദിച്ചില്ലോ കറികളൊക്കെ രുചികളുണ്ടായിരുന്നെന്ന്. ഞാൻ അവനോട് ചോദിച്ചോളാം. പിന്നെ അവിടെ പോയിരിക്കുന്നുള്ള അവനെ ശല്യപ്പെടുത്തുകയൊന്നും ചെയ്തേക്കല്ല, അവന് കുറെ ജോലിയുള്ളതെന്ന് പറയാം. ഇല്ലമ്മേ, ഞാനിവിടെ തിരക്കിലായിരുന്നു. ഞാനിവിടെ വേറെ ക്യാബില്ല. ആദർശേട്ടൻ അപ്പറയാ. ഫോൺ വല്ലതും കൊടുക്കണോന്ന് ചോദിക്കും. വേണ്ട വേണ്ട. പിന്നെ അവന്റെ ഫോണിലേക്ക് ഞാൻ വിളിക്കാതിരുന്നതിന് കാരണം എന്താണെന്നറിയോ? അവൻ തിരക്കിലാന്ന് ആണല്ലോ എന്ന് കരുതിയാ വിളിക്കായിരുന്നേ. അവനെ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാ. ഞാനിവിടെ തിരക്കിലായിരുന്നമ്മേ, ഞാൻ ഡിസൈൻ വരച്ചോണ്ടിരിക്കുവായിരുന്നു പറയാം. അത് ശരി. പിന്നെ കറികളൊക്കെ ഒന്നും അവന് എന്തെങ്കിലും കുഴപ്പം എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കും. ഇല്ലില്ല, നല്ല കറികളാന്നാ പറഞ്ഞേ, വേറെ കുഴപ്പമൊന്നും പറഞ്ഞില്ല. ശരി. പിന്നെ വേറൊരു കാര്യമുണ്ട്, വൈകുന്നേരം ഓഫീസിൽ നേരെ വീട്ടിലേക്ക് പോകണം. അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങാനും നിന്നേക്കല്ലെന്ന് പറയാം. ഇല്ല, അങ്ങനെ ഒന്നും നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ്. എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നയനയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. പാവം വിളിച്ചു ചോദിക്കുന്നുണ്ടല്ലോ, ഒരു പക്ഷേങ്കിൽ ആദർശന്റെ കാര്യമാണെങ്കിലും വിളിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്യുവാണ്, കോള് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നയന ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അതിനുശേഷം ദേവേനി ഇത് നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ്. അടുക്കളയിലേക്ക് എന്നിട്ട് വൈകുന്നേരം അവർ വരുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോഴേക്കും വസുന്ധര മുത്തശ്ശി അടുക്കളയിലേക്ക് വന്നു. എന്ത് പറ്റി ഇവൾക്ക്? പതിവിന് വിരുന്നിട്ട് വൈകുന്നേരം അടുക്കളയിൽ കയറിയിരുന്നു, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. എന്തോ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ അസുഖത്തിൽ നിന്ന് മുക്തി നേടി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളായിരിക്കും എന്ന് കരുതി വസുന്ധര മുത്തശ്ശി എന്നിട്ട് ചോദിച്ചു, അല്ല ദേവേനി, നീ എന്താ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ചോദിക്കും. അത് പിന്നെ ആദർശ് വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമല്ലോ അമ്മേ, അപ്പൊ അവന് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ, അതിന് നീ ഇങ്ങനെ കിടന്ന് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. നേരത്തെ അവള് നയന ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവൾ ഇതെല്ലാം ഒരുക്കി വെക്കുമായിരുന്നല്ലോ ആദർശ് വരുമ്പത്തേനും. അപ്പൊ അതുകൊണ്ട് ഞാൻ റെഡിയാക്കിയതെന്ന് പറയാം. എന്നാലും നീ തന്നെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോ ഇതൊന്നും ഒരിക്കലും ഒരു കഷ്ടപ്പാടല്ലമ്മേ. അവന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. എന്നാലും ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല കേട്ടോ ദേവേനി, നിനക്ക് ഇത്രമാത്രം മാറ്റങ്ങൾ ഇത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നു. അമ്മേ, ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കാത്ത ആരാ? ഒരു മരണത്തിൽ നിന്ന് കരകയറി വന്നവളല്ലേ ഞാന്. അപ്പം എനിക്കും ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് വരുമെന്ന് പറയാം. അത് നല്ല കാര്യമോ ദേവേനി. നീ അവനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിന്റെ മരുമോളെ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഈ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ. നിനക്കറിയാലോ എത്രമാത്രം അവള് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുപോലെയുള്ള സ്നേഹം നീ തിരിച്ചു കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു, ഞാൻ അവൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, ഇതെന്റെ മോന് വേണ്ടിയിട്ടാന്ന് പറയാ. എനിക്ക് മനസ്സിലായി. ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവരെ ജോലിയിലേക്ക് പറഞ്ഞു വിടാന് നിനക്ക് സമ്മതമായിരുന്നല്ലോ. എനിക്കറിയാം നിന്റെ മനസ്സിൽ ആ പഴയ ദേഷ്യവും വിദ്വേഷവും ഒന്നും ഇല്ലാന്ന് എനിക്കറിയാന്ന് പറയാം. ഇത് കേട്ടോ ദേവേനൊന്നും മിണ്ടിയില്ല.
എന്തേലും മറുപടി പറഞ്ഞാൽ തന്റെ കള്ളത്തരം പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. പിന്നീട് ദേവേന് പറഞ്ഞു, അമ്മ ഇരുന്നിടത്ത് കഴിച്ചു നോക്കാൻ പറയണം. എന്തിന്? അമ്മ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാനായിട്ടാ. അതിനിപ്പം നീ ഉണ്ടാക്കുന്നല്ലേ, നല്ല രുചി ഉണ്ടായിരിക്കും എന്ന് പറയാം. എന്നാലും അതല്ലല്ലോ, അവർക്ക് ഞാൻ കൊടുക്കുന്നതല്ലേ, അപ്പൊ അത് രുചി ഉണ്ടോ എന്ന് നോക്കിയിട്ട്. പിന്നീട് മുത്തശ്ശി ഇച്ചിരി അടുത്ത് കഴിക്കണം. നല്ല രുചിയുണ്ട്, അസലായിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.